ഭരണിക്കാവ് സ്വകാര്യ ബസ് സ്റ്റാൻഡിലെ പരിഷ്കാരങ്ങളിൽ പ്രതിഷേധിച്ച് മാർച്ചും ധർണയും നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിലാണ് മാർച്ചും ധർണയും നടത്തിയത്. വൈകുന്നേരം കടകൾ അടച്ചായിരുന്നു പ്രതിഷേധം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭരണിക്കാവ് യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കടകമ്പോളങ്ങൾ അടച്ചിട്ട് പ്രതിഷേധ പ്രകടനവും സായാഹ്ന ധർണയും നടത്തിയത്. ഭരണിക്കാവിലെ ട്രാഫിക് പരിഷ്കാരത്തിനെതിരെയാണ് പ്രതിഷേധം നടത്തിയത്. നിലവിലുള്ള ബസ് സ്റ്റോപ്പുകൾ യാത്രക്കാരെ ഇറക്കിയും കയറ്റിയും പാർക്കിംഗ് ഒഴിവാക്കിയും സൗകര്യമൊരുക്കുക, ബസ് ബേയിലെ മറ്റു വാഹനങ്ങളുടെ പാർക്കിംഗ് ഒഴിവാക്കുക, അടുത്തുള്ള ബൈപ്പാസ് റോഡുകൾ സൈൻ ബോർഡുകൾ സ്ഥാപിച്ച് യാത്രായോഗ്യമാക്കുക എന്നിവയാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജൻ ഉദ്ഘാടനം ചെയ്തു. അനന്തരം വികസനത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഭരണിക്കാവ് ടൗണിനെ ഒരു ശ്മശാന തുല്യമായ ഒരു മൂലത്തിലേക്ക് തള്ളിവിടാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളതിന് തർക്കമില്ല. കാരണം ഇവിടെ ഞാൻ കുറേ സമയമായി ഞങ്ങളിവിടെ വന്ന് നിൽക്കുന്നു. ഇവിടെ ബസ്സുകൾ നിർത്തിയാലും നിർത്തിയില്ലെങ്കിലും ഇവിടെ നമ്മൾ തന്നെ കാണുന്നുണ്ട്, ഒരു പോലീസ് സ്റ്റേഷൻ അധികം നടത്തപ്പെട്ടതുപോലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടായിട്ടും റോഡിലെ തിരക്കിന് യാതൊരു കുറവുമില്ല. അപ്പോൾ ഒരു ബസ് ഇവിടെ കൊണ്ടുവന്ന് നിർത്തി അതിൽ വന്നിരിക്കുന്ന യാത്രക്കാർ ഇറങ്ങുകയും ഇവിടെ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാനായി വന്നെത്തി നിൽക്കുന്ന യാത്രക്കാർ കിടക്കുകയും ചെയ്യുന്നതിന് ഒരു മിനിറ്റ് പോലും വേണ്ടി വരില്ലേ. അപ്പം അത്തരത്തിൽ അത് ക്രമീകരിച്ച് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ ഭരണിക്കാവ് ടൗണിൽ ഒരാവശ്യത്തിന് വരുന്ന ഒരു യാത്രക്കാരനെ 1/2 കിലോമീറ്ററിലധികം ദൂരെയുള്ള ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് ഇറക്കി വിട്ടിട്ട് അവിടുന്ന് നടന്ന് ഈ സ്ഥലങ്ങളിലേക്ക് പൊയ്ക്കൊള്ളണം എന്ന് പറയുന്ന അശാസ്ത്രീയമായ ആ തലകിഴക്കാൻ ജാതിയുള്ള ആ തീരുമാനം എത്രയും പെട്ടെന്ന് മാറ്റിക്കൊണ്ട് എ കെ ഷാജഹാൻ, എ ബഷീർകുട്ടി, ജി അനിൽകുമാർ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. വൈകിട്ട് 4 മുതൽ കടകളടച്ച് വ്യാപാരികൾ ഹർത്താൽ ആചരിച്ചു. പ്രതിഷേധത്തിൽ വ്യാപാരികളും ജീവനക്കാരുമടക്കം നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. CPM ഏരിയ കമ്മിറ്റി ഓഫീസിന് സമീപം സ്റ്റാൻഡിലേക്ക് കയറിയ ബസ് സമരാനുകൂലികൾ തടഞ്ഞു നിർത്തി. ഇതോടെ ജീവനക്കാരും സമരാനുകൂലികളും തമ്മിൽ ഉന്തും തള്ളുമായി. തുടർന്ന് 40ഓളം ബസ്സുകളുടെ സർവീസ് ജീവനക്കാർ നിർത്തിവെച്ച് പ്രതിഷേധിച്ചു. തുടർന്ന് ശാസ്താംകോട്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ബസ്സുടമകളുടെ സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് സമരം അവസാനിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.